മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ബാരാമതി വിമാനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ബ്ലാക്ക് ബോക്സിന് സാരമായ തകരാറെന്ന് കണ്ടെത്തൽ. പ്രധാന ഭാഗങ്ങൾ കത്തിപ്പോയി. വിവരങ്ങൾ വീണ്ടെടുക്കാൻ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കും. ബ്ലാക്ക് ബോക്സിന് തകരാറെന്ന റിപ്പോർട്ടുകൾ ദുരൂഹത വർദ്ധിപ്പിച്ചെന്ന ആരോപണവുമായി രോഹിത് പവാർ രംഗത്തെത്തി. അതേസമയം അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിശദമായ അന്വേഷണം നടത്തുന്നുവെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനും ചേരുന്നു. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ശ്രീനാഥ് ചന്ദ്രൻ, ഈ ബ്ലാക്ക് ബോക്സിൻ്റെ തകരാർ അത് ബ്ലാക്ക് ബോക്സിന് തകരാറുണ്ടെന്നാണല്ലോ ഉയർന്നു വരുന്ന കാര്യങ്ങൾ. ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, ഉഗ്ര സ്ഫോടനത്തോടെയാണ് വിമാനം പൊട്ടിത്തെറിച്ചതെന്ന് നമുക്കറിയാം. പിന്നാലെ വലിയ തീപിടുത്തം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ അപകടം നടന്ന് 3 ആഴ്ചയിലധികം സമയമാവുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഉത്തരം തരേണ്ടത് ബ്ലാക്ക് ബോക്സ് ആണ്. അതിൽ നിന്നുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്ന ചോദ്യമാണ് രോഹിത് പവാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നാളെ രാവിലെ 10:30 വീണ്ടും ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കാണും എന്നത് അറിയിച്ചിട്ടുണ്ട്. ചില പുതിയ വിവരങ്ങൾ കൂടി പറയും എന്നതാണ് അദ്ദേഹം പറയുന്നത്. ബ്ലാക്ക് ബോക്സിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ഒന്ന് വോയിസ് റെക്കോർഡറുമാണ്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ നിന്നുള്ള വിവരങ്ങൾ ചിലത് ലഭ്യമായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും വോയിസ് റെക്കോർഡർ അടക്കമുള്ള വസ്തുക്കളിലെ വിവരങ്ങളാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് വിദേശത്തേക്ക് ഒരുപക്ഷെ ഈ ബ്ലാക്ക് ബോക്സ് അയച്ചുകൊണ്ടുള്ള പരിശോധന നടത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.